ഗുഡ് ഈവനിങ് ടു ആൾ. ഞാനിപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനൊരു പ്രസ്റ്റേജിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു, കണ്ടല്ലോ. ഇതാ, നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ? നോക്കട്ടെ, അൺബോക്സ് ചെയ്ത് കാണിക്കും. ഇത് കടായിയാണ്, കടായി കേട്ടോ, പ്രസ്റ്റേജിൻ്റെ ആണ്, കാസ്റ്റ് ആണ്. ഞാൻ കണ്ട അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷേ ഇച്ചിരിയൊക്കെ കുറച്ച് പോയി വരുന്നു എല്ലാത്തിൻ്റെ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി മുതൽ ഈ കാസ്റ്റ് അയണിൻ്റെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ കാസ്റ്റ്, എനിക്ക് അയണിൻ്റെ ഈ ഇരുമ്പേട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കാസ്റ്റ് അയണിൻ്റെ ഞാൻ ഫസ്റ്റിലെ വാങ്ങിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കാസ്റ്റ് അയണിൻ്റെ വാങ്ങിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ നമുക്ക് ഇച്ചിരി ലാഭത്തിൽ കിട്ടിയതായത് സംഭവം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ പ്രസ്റ്റേജിൻ്റെ ഡീലറുടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്, ഇത് 26 സെൻറ്റിമീറ്ററിൻ്റെയാണ് കടായി കേട്ടോ, കാസ്റ്റ്. പക്ഷേ ഇതിൻ്റെ വില 2530 രൂപയാണ് ഇതിൻ്റെ MRP. ഓക്കെ, പക്ഷേ നമുക്കിത് നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ. കാരണം ചേട്ടൻ്റെ അനിയൻ്റെ മോള് സോറി ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോള് അവിടെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അവളവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് തന്നു. ഓക്കെ, ഇതെൻ്റെ മോള് മേടിച്ച് തന്നതാണ്. കൊള്ളാം, കളർ കൊള്ളാമല്ലോ. ഞാനിതൊന്ന് കാണിച്ചു തരാം, ഒന്ന് താത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ, കണ്ടല്ലോ, ഇത് ആദ്യത്തെ കാസ്റ്റ് അയണാണ് എൻ്റെ വീട്ടിൽ. ഇതൊരു നല്ല കുഴിയുള്ള പാത്രമാണ്. അപ്പം നമുക്ക് എത്ര നാൾ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇത് ലാസ്റ്റ് ചെയ്യും, അത്രത്തോനെ. അതായത് എത്ര കാലം വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. അതാണ് കാസ്റ്റ് അയണിൻ്റെ ഗുണം. അപ്പോൾ ഇത് ഞാൻ സൺഡേ, ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, സൺഡേ ഞാൻ ചിക്കൻ വാങ്ങിക്കും. അപ്പോൾ ചിക്കൻ ഞാൻ ഇതിനകത്തായിരിക്കും സൺഡേ ഉണ്ടാക്കുന്നത്. നല്ല വെയിറ്റുണ്ട് ഇതിന്, സംഭവത്തിന്. പിന്നെ ഇത്രയും വെയിറ്റൊന്നും എനിക്ക് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ കണ്ടല്ലോ, എനിക്ക് കുറച്ച് ഒരുപാട് പാത്രങ്ങൾ ഇരിപ്പുണ്ട്, മുകളിൽ ഇരിപ്പുണ്ട്, കുറച്ച് ഫ്രൈ പാൻസ്. അതൊക്കെ എനിക്ക് പുറത്തോട്ട് എടുക്കണം. അങ്ങനെ ഉള്ളതൊക്കെ ചിലതൊക്കെ എനിക്ക് പോയി വരുന്നു. അപ്പോൾ ഇനിയുള്ളതെല്ലാം ഞാൻ കാസ്റ്റ് അയണിൻ്റെ ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഇരുമ്പിൻ്റെ ചട്ടി, നോർമൽ ഇരുമ്പിൻ്റെ ചട്ടി 4 എണ്ണം ഉണ്ട്. ഞാനൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരെണ്ണം, ഒന്നല്ല 2 എണ്ണം മസ്കറ്റി വെച്ചേ ഉള്ളതാണ്. ഇവിടെ മേടിച്ചുകൊണ്ട് പോയതാണ്. ഒരു 2 കോഴിയൊക്കെ അതിനകത്ത് കുക്ക് ചെയ്യാവുന്ന, 2-2.5 കോഴിയൊക്കെ ഒരു ഇരുമ്പേട്ടിക്കകത്ത് കുക്ക് ചെയ്യാം. ഒരു കോഴി ഒക്കെ ആണെങ്കിൽ വേറെ എണ്ണത്തെ, അത് ഞാൻ അവിടെ വെച്ച് അപ്പം ചൂടാനാണ് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഇരുമ്പേട്ടികളെല്ലാം നല്ല സ്മൂത്താക്കി വെച്ചേക്കുക. അത് കാരണമുണ്ട്, ഞാൻ ഉപയോഗിച്ചതിന് ശേഷം അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചേക്കും. പിന്നെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത്, ഞാൻ അവിടെ വല്ലപ്പോഴുമൊക്കെ ഈ ആയുർവേദ എണ്ണകളൊക്കെ ഇടുമായിരുന്നു. അപ്പം ആ എണ്ണ ചൂടാക്കാൻ ആ ഏറ്റവും ചെറിയ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ വലുതായിട്ട് പ്രശ്നങ്ങൾ, നമ്മളങ്ങനെ എണ്ണ ചൂടാക്കി ഒഴിക്കേണ്ടുന്ന സംഭവമൊന്നും വന്നില്ല. പക്ഷെ അവിടെ വെച്ച് നമ്മളെന്ന് വെച്ചാൽ എപ്പോഴും AC റൂമിലല്ലേ, വണ്ടിക്കകത്ത് AC, വീടിനകത്ത് AC, ഓഫീസിലാണെങ്കിൽ
ഭയങ്കര, അതായത് കൂടുതലും ഈ നോർത്തിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് തണുപ്പ് ഇഷ്ടപ്പെടുന്നവരാണ്. എ സി ഒക്കെ അങ്ങ് ഭയങ്കര തണുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പം എനിക്ക് പൊതുവേ ശരിക്കും ചൂടുള്ളതാണ്. ഞാൻ കിടന്നുറങ്ങുന്നത് എ സിയും ഫാനും ഇട്ട ബാസ്ക്കറ്റിൽ വെച്ച് കിടന്നുറങ്ങുന്നത്. എനിക്കല്ലെങ്കിൽ പറ്റത്തില്ല, ഭയങ്കര വഴക്കുണ്ടായിരുന്നു ചില സമയത്ത് ഞാൻ ചേട്ടനായിട്ട്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പം ചേട്ടൻ ഫാനൊക്കെ ഓഫാക്കുക അല്ലെങ്കിൽ എ സി ഓഫാക്കുകയോ ചെയ്യും. പക്ഷെ എനിക്ക് പറ്റത്തില്ല, അങ്ങനെ അവിടുത്തെ ചൂട് അത്ര സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒന്നും അങ്ങനെ എനിക്ക് പ്രോബ്ലം ഇല്ല, നമ്മൾ നാടൻ സ്റ്റൈലല്ലേ. അതുപോലെ ഞാൻ പല ആൾക്കാരും എൻ്റെ വീഡിയോ കണ്ടിട്ട് പറയും, ചേച്ചിയുടെ എനിക്കറിയില്ല, ഞാനിത് നേരെ മുഖത്ത് നോക്കി സംസാരിക്കുകയല്ല നിങ്ങളുടെ അടുത്ത്, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പം ചേച്ചി സംസാരിക്കുന്നത് വീട്ടിലെ ഏതോ അംഗങ്ങൾ സംസാരിക്കുന്നത് കണക്കാണെന്ന്. എനിക്കിന്നൊരു വീഡിയോ ഇട്ട് ഏതോ ഒരു വ്യക്തി അത് ഓപ്പോസിറ്റായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെനിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ അംഗങ്ങൾ പറയുന്ന കണക്കാന്ന്. എനിക്ക് അങ്ങനെ പറ്റൂ. ഞാൻ എനിക്ക് വളവളാ സംസാരിക്കും ഞാൻ നല്ലതുപോലെ. പക്ഷേ ഞാൻ സാധായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. വളരെ സാധായിട്ട്, മനസ്സിലായേ? ഓരോരുത്തരൊക്കെ ഒരു പ്രാവശ്യം ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാ വർഷവും ഗൾഫിൽ പോയിട്ട് വന്ന് നോർമലായിട്ടാണ്. എൻ്റെ അടുത്ത് പലവരും പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരിയൊക്കെ ഇനിയൊക്കെ മാറിക്കൂടെയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കങ്ങനെ മാറാൻ പറ്റത്തില്ല. സാധായിട്ടാണ് ഞാൻ. അതുപോലെ വീഡിയോ എടുക്കുമ്പോഴായാലും എല്ലാത്തിലും ഞാനാണെങ്കിൽ ഇച്ചിരി കളിയും തമാശയും പിന്നെ കുറച്ച് ഡാൻസും. നിങ്ങൾ എൻ്റെ ഡാൻസൊന്നും കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ ഇതിനകത്തധികം. പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കുന്നായാലും പാട്ടും ഡാൻസും, ചുമ്മാ ഇവിടെ പാട്ടിട്ടാൽ പോലും അടുക്കളയിൽ നിന്ന് തുള്ളുന്ന സ്വഭാവം എൻ്റെ. എനിക്ക് ഇത്രയും വയസ്സുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ്. ഇവിടെ ഈ മ്യൂസിക് സിസ്റ്റം തന്നെ സ്പീക്കറൊക്കെ വാങ്ങിച്ചത് തന്നെ എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടത് തന്നെ വേണമെങ്കിൽ പറയാം. മോള് വാങ്ങിച്ചതാണ്. അതിപ്പോഴൊന്നുമല്ല, ഒത്തിരി നാളായത് വാങ്ങിച്ചിട്ട്. പക്ഷെ അതൊക്കെ അപ്പം ഞാനാണെങ്കിൽ തുള്ളട്ടെന്നും പറഞ്ഞ് തന്നെ. കാരണം ഞാൻ അല്ലാതെ പാട്ടൊക്കെ കേട്ടാൽ ഭയങ്കര തുള്ളൽ കാണിക്കുന്നതാണ്. ചുമ്മാ ഒരു സ്റ്റെപ്പോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, എനിക്കിഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ എനിക്കിന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ആ കൊച്ച് നല്ല ഇതായിട്ട് ആൻറ്റി ഇങ്ങനെ അല്ലേ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ സ്നേഹം കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം എന്താണെന്നറിയാം, ഞാൻ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യലാവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കിഷ്ടമല്ല ആർട്ടിഫിഷ്യലാകുന്നത്, മനസ്സിലാകുമോ? അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. നമ്മളായിട്ട് ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പം ഇതിനകത്തൊക്കെ കാണിക്കുന്ന ആ ആൾ തന്നെയാണ് ഞാൻ നോർമലായിട്ടും. ആൾക്കാരെ കണ്ടാൽ ചിരിച്ചും പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മളൊരാളെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് നല്ല ചിരിച്ച്. അപ്പോൾ അവർക്കും ഓപ്പോസിറ്റ് ആൾക്കാർക്കും നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ കുട്ടി എന്താണെന്നറിയില്ല അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എനിവേ നമുക്ക് ഇത് കണ്ടല്ലേ, ഞാൻ യഥാർത്ഥത്തിൽ ഇത് കാണിക്കാനാണ് വീഡിയോ എടുത്തത്. ഇന്ന് കുക്കിംഗ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. ഞാൻ ഇന്ന് ചേമ്പ് പുഴുങ്ങി, കാച്ചിൽ പുഴുങ്ങി, മധുരക്കിഴങ്ങ് പുഴുങ്ങി, ഇതൊക്കെ കുറേ കറികൾ ഉണ്ടാക്കി. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തില്ല. കുറേ വീഡിയോയ്ക്ക് റെസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയും എനിക്ക് കാസ്റ്റ് അയണിൻ്റെ പാത്രം വേണമെന്ന്. ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ തുറന്നു പോലും ചെവിന് നോക്കിയില്ല. അവിടെ വെച്ചിരുന്ന് എല്ലാ ആഹാരമെല്ലാം കഴിച്ച് ഞാൻ വിചാരിച്ച് എനിക്കൊരു അൺബോക്സിങ് വീഡിയോ.
ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മേടിക്കുമ്പോഴെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന്, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. ഇതെന്തായാലും ഞാൻ മാറ്റി തന്നെ വെച്ചിരുന്നു, ആരെയും കാണിച്ചത് പോലും ഇല്ല. ഇത് ചുമനി നമ്മൾ കടയിൽ വെച്ച് ചുമ്മാ ജസ്റ്റ് കണ്ടിട്ടങ്ങ് എടുത്തതേ ഉള്ളൂ. നല്ല കുഴിവുള്ള ഒരു പാത്രം, ഇതിൻ്റെ പൊക്കം കണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ നമുക്ക് കുക്ക് ചെയ്യാം. അവർക്ക് സൺഡേയിൽ ഞാനിത് ഉപയോഗിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ.